അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോർഡ് എക്സാം 2024 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 7 മാർക്സ് എല്ലാ പേപ്പറിലും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് വരാറുണ്ട്. സോ അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പാഠത്തിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും, ഫുൾ മാർക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. റിലേഷനിൽ തന്നെ ഫസ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ഓൾസോ ട്രാൻസിറ്റീവ് റിലേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം. So, reflexive relation. A relation R on a set A is called reflexive. Condition ഇതാണ്, for every A belongs to A, there exists AA belongs to R. അതായത് നമുക്ക് അത് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. നമ്മളൊരു സെറ്റ് എ എടുക്കുന്നു, എയിലെ എലിമെൻറ്റ്സ് 1, 2, 3 ആണ്. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, നമ്മൾ എയിൽ ഇപ്പം എ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലേഷനിൽ എ ഉണ്ടാവണം. അതായത് ഇത്രയേ ഉള്ളൂ. എയിൽ ഇപ്പോൾ 1 ഉണ്ടെങ്കിൽ റിലേഷനിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് 1, 1 ഉണ്ടോയെന്നാണ്. എയിൽ ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ 2, 2 ഉണ്ടോ നോക്കണം. അപ്പോൾ എയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം 1, 1, 2, 2, 3, 3. ഇപ്പം എയിൽ 1, 2, 3, 4 കൂടി ഉണ്ടെങ്കിൽ ആ R1 റിലേഷനിൽ 4, 4 കൂടി ഉണ്ടായാൽ അത് റിഫ്ലെക്സീവായി. ഇപ്പം നമുക്കത് റിഫ്ലെക്സീവ് ആയെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് മനസ്സിലായി പോലെ നമ്മളത് ആൻസർ ചെയ്യുവാണ്, നമുക്ക് ഫുൾ മാർക്ക് അടിക്കണം. അപ്പോൾ നമ്മളത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ട്രൂ കേസസിൽ നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ എവരി എ ബിലോങ്സ് ടു എ ദർ എക്സിസ്റ്റ് എ ബിലോങ്സ് ടു ആർ, ദർഫോർ ദ റിലേഷൻ ഈസ് സിമെട്രിക്. അപ്പോൾ ഫോൾസ് കേസ് വന്നാൽ റിലേഷൻ ടു R2ൽ 1, 1 ഉണ്ട്. ഓക്കെ, 2, 1, 3, 2. നമ്മൾ സെറ്റ് എ നോക്കും. സെറ്റ് എയിൽ 1, 2, 3 ഉണ്ട്. 2 ഉണ്ടല്ലോ, പക്ഷേ റിലേഷൻ നമ്മൾ 2, 2 കാണുന്നില്ല. 3 ഉണ്ടല്ലോ, റിലേഷൻ നമ്മൾ 3, 3 കാണുന്നില്ല. ഹെൻസ് അതൊരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ ചെയ്യണം. ട്രൂ കേസ് ആണെങ്കിൽ നമ്മളത് സ്റ്റേറ്റ് ചെയ്യും, ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോൾസ് ആണ് നമ്മൾ എവിടെ തെറ്റിയാൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്, ബിക്കോസ് 2 ബിലോങ്സ് ടു എ. 2 ബിലോങ്സ് ടു എ ആണ് കേട്ടോ. 2 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ, ബട്ട് 2, 2 ഡസ് ബിലോങ്സ് ടു ആർ. അങ്ങനെ സ്റ്റേറ്റ് ചെയ്താൽ നമുക്ക് റിഫ്ലെക്സീവ് അല്ല എന്ന് നമ്മൾ തെളിയിച്ചു. നെക്സ്റ്റ് നമ്മൾ സിമെട്രിക്. സിമെട്രിക്കിൽ വരുമ്പോൾ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഫോർ എവരി എ ബി ബിലോങ്സ് ടു ആർ ദർ എക്സിസ്റ്റ് ബി എ ബിലോങ്സ് ടു ആർ. അതായത് എ ബി സെറ്റ് എയിലുണ്ടെങ്കിൽ റിലേഷനിൽ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ എടുത്ത സെറ്റ് എ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. 1, 2, 3 എലമെൻറ്റ്സ്. നമുക്ക് എക്സാമ്പിൾസിലൂടെ നമുക്ക് പോവാം. ഇപ്പോൾ R1 ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. R1ൽ സെറ്റ് 1, 2, 2, 1. എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മളെന്താ 1, 2 ഉണ്ട്. അപ്പം തന്നെ നമ്മൾ തപ്പേണ്ടത് ആരെയാണ്? 2, 1നെ തപ്പേണ്ടത്. 1, 2 ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 2, 1നെയാണ്. അപ്പോൾ 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്, ഹെൻസ് സിമെട്രിക്. ഇല്ലവരെ മാത്രം നമ്മൾ തപ്പിയാൽ മതി. ഇപ്പോൾ 1, 2, 3 ഉണ്ട്, 3നെ കാണുന്നില്ലല്ലോ പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കാൻ നിൽക്കണ്ട. റിലേഷനിൽ ആരാണോ ഇല്ലേ അവരെയാണ് നോക്കേണ്ടത്. പക്ഷേ റിഫ്ലെക്സിൻ്റെ കേസിലല്ല. എയിൽ ആരൊക്കെ ഉണ്ടോ അവർ റിലേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് തപ്പണം. പക്ഷേ സിമെട്രിക്കിൻ്റെയും ട്രാൻസിറ്റീവിൻ്റെയും കേസ് വരുമ്പം റിലേഷനിൽ ആരാണോ ഉള്ളത് അവരെയാണ് തപ്പേണ്ടത്. ഓക്കെ, അപ്പോൾ R2 നമുക്ക് നോക്കാം. R2ൽ 1, 1, 2, 2, 3, 3. ഇത് വെച്ചാൽ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്. കാരണം 1, 1, 2, 2, 3, 3 മാത്രം ഇവർ മൂന്നാളും മാത്രമാണ് ഉള്ളതെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, നോ ഡൗട്ട്. ഓക്കെ, കാരണം 1, 1ൻ്റെ സിമെട്രിക് എത്തുമ്പോൾ 1, 1 ഇപ്പോൾ എ ബി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബി എ 1, 1 തന്നെയാണ്. 2, 2ൻ്റെ കേസിലും 2, 2 ആണ്, 3, 3ൻ്റെ കേസിലും 3, 3 ആണ്. സോ നോ ഡൗട്ട്. R3 എടുത്ത് നോക്കിയാൽ 1, 1 ഉണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1, 1, 2, 2, 3, 3 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആളെ തപ്പാൻ വേണ്ട ആവശ്യമില്ല. പക്ഷേ 1, 1 ഓക്കെ 1, 2 വന്നാൽ നമ്മൾ തപ്പേണ്ട ആരെയാണ്? 2, 1നാണ്. 2, 1ഇല്ലല്ലോ, ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്. നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രൂ ആണെങ്കിൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഫോൾസ് ആണെങ്കിൽ റീസൺ പറയാം. ഇവിടെ 1, 2 ഉണ്ട്, ദർഫോർ പക്ഷേ 2, 1 ഇല്ല. ദർഫോർ 1, 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2, 1 ഡസൻറ്റ് ബിലോങ്സ് ടു ആർ. നെക്സ്റ്റ് ഉള്ളത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ചിലവർക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്, പക്ഷേ ആക്ച്വലി റിയലി ഈസിയാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കണ്ടീഷൻ എങ്ങനെയാണ്? ഫോർ എവരി എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും റിലേഷൻ ഉണ്ടെങ്കിൽ എ സി റിലേഷൻ ഉണ്ടാവണം. എ ബിയും ബി സിയും റിലേഷൻ ഉണ്ടെങ്കിൽ എ സി റിലേഷൻ ഉണ്ടാവണം എന്നാണ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സെറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. റിലേഷനിൽ ആരാണോ ഉള്ളത് അവരെ ബാക്കിയുള്ള ആൾക്കാരെ തപ്പാ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റിലേഷനിൽ ആരാണോ ഉള്ളത് അവരെ അനുസരിച്ചിട്ടാണ് നമ്മൾ തപ്പാൻ വേണ്ടി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് നോക്കാം. R1ൽ 1, 1, 2, 2, 3, 3 മാത്രമാണ്. ഇവർ മാത്രമാണ് ഉള്ളതെങ്കിൽ ഷുവർലി അത് ഇക്വലൻസ് ആണ്, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. പക്ഷേ ഇവരുണ്ട്, പക്ഷേ ഇവർ അല്ലാണ്ട് വേറെ ആൾക്കാരും കൂടി അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷുവർലി നമ്മൾ ചെക്ക് ചെയ്യണം. ഇവർ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഷുവർ ഗ്യാരണ്ടീഡ് അത് ഇക്വലൻസ് റിലേഷൻ ആണ്, അതായത് സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് വരുന്നതാണ്. R2 നോക്കിയാൽ നോക്കാം. 1, 2 ഉണ്ട്. ഓക്കെ, 2, 3 ഉണ്ട്. 1, 2, 2, 3 ഉണ്ട്. എ ബി ബി സി ഉണ്ട്.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് എ സി ആണ്. 1 2 2 3. അപ്പോൾ 1 3 ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. 1 3 അവിടെ ഉണ്ട്. ദർഫോർ അത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഉള്ളവരെ വെച്ചിട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എ ബി ബി സി റിലേഷനിലുണ്ട്. അപ്പോൾ എ സി ഉണ്ടോ നോക്കണം. എ ബി മാത്രമാണ് ഉള്ളതെങ്കിൽ ബി സി ഇല്ലല്ലോ. അപ്പോൾ എ ബി മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് തന്നെയാണ്. ഇതാ R4 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 2 ട്രാൻസിറ്റീവ് ആണോ? ഓഫ് കോഴ്സ് ട്രാൻസിറ്റീവ് ആണ്. കണ്ടീഷൻ നോക്കൂ. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എ സി വേണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ വേണ്ടി പാടുള്ളൂ ട്രാൻസിറ്റീവ് ആണെങ്കിൽ. എ ബി മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് മറ്റേതുണ്ടാവണം, കാരണം ബി സി ഇല്ലല്ലോ. അതുകൊണ്ട് 1 2 ഇസ് ഷോർലി ട്രാൻസിറ്റീവ്. പക്ഷേ സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് ആണ്. പക്ഷേ R3 നോക്കിക്കോ. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. നമ്മൾ 1 1 അപ്പ് ഉണ്ട്, 1 1 ഇല്ല. ദർഫോർ അത് ട്രാൻസിറ്റീവ് അല്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൂ കേസസിൽ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ എന്തായാലും അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി ഇവർ 3 ആളും വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതൊരു ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിക്കൽ. പ്രൂവ് ദാറ്റ് ദിസ് ഇസ് എൻ ഇക്വാലൻസ് റിലേഷൻ അങ്ങനെ ചോദിക്കൽ. റിലേഷൻ റിഫ്ലെക്ഷൻ സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഇക്വാലൻസ് റിലേഷൻ ആണ്. പിന്നെ മോഡൽ എക്സാം 2024 നമ്മളിപ്പോൾ ഇതേ മോഡൽ എക്സാമിന് കുറേ ആൾക്ക് ബുദ്ധിമുട്ടിച്ച ചോദ്യമാണ് ഇക്വാലൻസ് ക്ലാസ് കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അത് ഷോർട്ട്ലി നോക്കിയിട്ട് പോവുക. നമ്മൾ ഒരു മാർക്കും കളയാൻ വേണ്ടി പാടില്ല. ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് 7 to 8 മാർക്സ് പാടത്തുന്ന വരുന്നുണ്ട്. അതെന്തായാലും ഷോർട്ട്ലി നോക്കിയിട്ട് പോവുക ഇക്വാലൻസ് ക്ലാസ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻസിലേക്ക് കടക്കേണ്ടത്. ഫംഗ്ഷൻസിലേക്ക് ഫസ്റ്റ് ഇതും നമ്മളെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറേ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്താണെന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഷോർട്ട്ലി നമ്മൾ നോക്കിയിട്ട് പോകേണ്ട ഭാഗം തന്നെയാണ്, ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ എപ്പോൾ പറയലേ? ഫംഗ്ഷൻ എഫ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇസ് 1 1 ആൻഡ് 1 2. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ x² എടുത്തിട്ടുണ്ടെങ്കിൽ ആ x² ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് നമ്മൾ പറയണമെങ്കിൽ ആ x² എന്ന ഫംഗ്ഷൻ 1 1 ഉം 1 2 ആയിരിക്കണം. ഇത് തന്ന റിലേഷനിൽ ഇപ്പോൾ ഫംഗ്ഷൻ n to n r to r റിലേഷൻ അനുസരിച്ചിട്ട് അത് 1 1 ഉം 1 2 ആണ് ചെക്ക് ചെയ്യണം. അത് 1 1 ഉം 1 2 ആണെങ്കിൽ 1 1 1 2 ആണെങ്കിൽ അത് ഷോർട്ട്ലി ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതിൻ്റെ പരം ഇൻവേഴ്സും കൂടി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് അതിൻ്റെ പരം ആഡ് ചെയ്യുന്നതാണ്. ഫൈൻഡ് ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ, ഓൾസോ ഫൈൻഡ് ഇറ്റ് ഇൻവേഴ്സ് എന്നും ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ പാഠത്തിലെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ളത് 1 1 ഫംഗ്ഷൻ 1 2 ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 ആണ് നമ്മൾ എപ്പോൾ എന്ന് പറയില്ലേ? ഓക്കെ, ലെറ്റ് എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുകയാണ്. എ ടു ബി ഇസ് ടു ബി 1 1 വെൻ കണ്ടീഷൻ ഇതാണ് എഫ് ഓഫ് x1 ഇസ് ഇക്വൽ ടു എഫ് ഓഫ് x2 ഓൺലി ഇഫ് x1 ഇസ് ഇക്വൽ ടു x2. ഓക്കെ, ഒരു ഫംഗ്ഷൻ തരുന്ന ഫംഗ്ഷൻ സെയിം ആയിരിക്കും. പക്ഷേ ആ രണ്ട് ഈക്വൽ ആണെങ്കിൽ അവർ ആരെ വെച്ചിട്ടാണ് എടുത്തത്? x1 x2 വേറെ ആണെങ്കിൽ ശരിയാവില്ല. സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ, അത് 1 1 അല്ലാത്ത കണ്ടീഷൻ വെച്ചാൽ എഫ് ഓഫ് x1 ഇസ് ഇക്വൽ ടു x2 ബട്ട് x1 ഇസ് നോട്ട് ഇക്വൽ ടു x2 ആവുന്ന കേസിലാണ് പറയല്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ എൻ്റെ ആരോ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എ ടു ബി ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാത്തിനും വേറെ ഇതാണ്. അതായത് x1 ഇസ് ഇക്വൽ ടു x2 ആവുന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ രണ്ടാമത്തേൽ നോക്കിയാൽ 3ക്കും 4നും സെയിം ഇമേജ് ആണ് വരുന്നത്. അതായത് x1 നോട്ട് ഈക്വൽ ടു x2, പക്ഷേ ഫംഗ്ഷൻ സെയിം ആയിട്ടുണ്ട്. ദർഫോർ അത് 1 1 അല്ല. ഫസ്റ്റത്തേൽ 3ന് C 4ന് D, അതുകൊണ്ട് അത് ഓക്കെ ആണ്. കാരണം x1 3 x2 3 ആണെങ്കിൽ മാത്രമേ അത് അങ്ങനെ കിട്ടുള്ളൂ. ഹെൻസ് അത് 1 1. പക്ഷേ രണ്ടാമത്തെ കേസിൽ നോക്കിയാൽ x1 3 ആയിക്കോട്ടെ x2 4 ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ 3 4 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് C തന്നെയാണ് ഇമേജ് കിട്ടുന്നതെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ അല്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ x² കേസ് എടുക്കുമ്പോൾ നമ്മൾ എക്സിന് -1 കൊടുത്താലും 1 കൊടുത്താലും കിട്ടാൻ പോകുന്ന ആൻസർ 1 ആണല്ലോ. അപ്പോൾ അത് 1 1 അല്ലാത്തതിൻ്റെ കേസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഓൺ ടു ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷൻ നമ്മൾ എന്താണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് കൂടി വിളിക്കും. ഓക്കെ, 1 1 ഫംഗ്ഷന് ഇൻജക്റ്റീവ്, ഓൺ ടു ഫംഗ്ഷൻ സർജക്റ്റീവ്. ഇവർ രണ്ടാളും ആണെങ്കിൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഒരു ഓൺ ടു ഫംഗ്ഷൻ? അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത് ലെറ്റ് എഫ് ഫ്രം എ ടു ബി ഇസ് സെറ്റ് ടു ബി ഓൺ ടു ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ബി ഇസ് എ ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എ. നമ്മൾ എ ടു ബി ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ബിയിലെ എലമെൻറ്റ്സ് എയിലെ ഏതെങ്കിലും എലമെൻറ്റ്സിൻ്റെ ഇമേജ് ആവണം എന്നാണ് കണ്ടീഷൻ. അപ്പം അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ടു ബി ഫംഗ്ഷൻ വരച്ചിട്ടുണ്ട്. അതിൽ ബിയുടെ എലമെൻറ്റ്സ് അതായത് എ ബി സി എയിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആവണമെന്നേ കണ്ടീഷൻ ഉള്ളൂ ഓൺ ടൂവിൽ. അത് എയിൽ ഗ്യാപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ ബിയിലെല്ലാവരും ഫീൽഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയും പറയാം. എവറി എലമെൻറ്റ് ഓഫ് ബി ഹാസ് ടു ഹാവ് എ പ്രീ ഇമേജ് ഇൻ എ. അതായത് ബിയിലെ എല്ലാ എലമെൻറ്റ്സിനും എയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം.
ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കേസ് എടുത്താൽ എയിൽ 1 2 3 4 ഉണ്ട്, പക്ഷെ ബിയിൽ ABC മാത്രമാണ് ഉള്ളതെങ്കിൽ അത് 4ൽ ഇമേജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബിയിൽ എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം. അതായത് ഇമേജ് ഉണ്ടാക്കുന്ന ആൾ എയിൽ ഉണ്ടാവണം, അതായത് ബിന് പ്രീ ഇമേജ് വേണം. ഇവിടെ ഓൺ ടു അല്ലാത്ത കേസ് നോക്കിയാലോ. ഓൺ ടു അല്ലാത്ത കേസിൽ എന്താണ്, 1ന് എ ഉണ്ട്, 2ന് ബി ഉണ്ട്, 3ന് ബി ഉണ്ട്, പക്ഷെ സി ഒറ്റക്കാണ്, സിന് പ്രീ ഇമേജ് ഇല്ല, ദെർഫോർ അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഇങ്ങനെയാണ്: ഫോർ എവരി y belongs to b there exists a x in a such that f of x is equal to y. അത് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ y അവിടെ ഇമേജ് ആയിട്ട് അതിന് ഉണ്ടാവും. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ബി സെറ്റിൽ ഒരാളുണ്ടാവും, എങ്ങനെ എ സെറ്റിൽ എക്സ് ഒരു എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അതായത് ഫംഗ്ഷൻ കൊടുത്താൽ y ഉത്തരം കിട്ടുന്ന ഒരാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷനാണ്. അത് ബി ഡിയിലെ എല്ലാവർക്കും അത് സെറ്റ് ആണെങ്കിൽ മാത്രമേ അത് ഓൺ ടു ആവുള്ളൂ. അതുപോലെ y is equal to range of x, ഓൾസോ y is equal to range of f. ഇത് കുറേയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഇത് വരുന്നത്, ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾക്ക് ചോയ്സ് MCQ ആയിട്ട് ചോദിക്കും. ഓൾസോ y is equal to range of f എന്ന പോയിന്റ് ഓർത്ത് വെക്കുക, അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്യേണ്ട ഇവിടെയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഷോർലി വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോകണം. നമുക്ക് ഫുൾ മാർക്ക്, അതായത് 7 to 8 മാർക്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ചാപ്റ്ററിൽ ഷുവർ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഷോർലി വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം. അതുപോലെ വെയിറ്റേജിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇൻ്റഗ്രൽസിൻ്റെ മാർക്സ് കൂട്ടുന്നുണ്ട്, ഡിറ്റർമിനൻസിൻ്റെ മാർക്സ് കുറയ്ക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പോവുക. ഫുൾ മാർക്ക് എന്തായാലും അടിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എടുക്കാം. ഡിറ്റർമൈൻ വെദർ ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. നമ്മൾ റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാ, റിലേഷൻ R to A, എയിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. A 1 to 14 തന്നിട്ടുണ്ട്. റിലേഷൻ ഇങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിലേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ഓർഡേഡ് ഫംഗ്ഷൻ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y = 0 ആണ് ആ റിലേഷൻ്റെ കണ്ടീഷൻ. ഇങ്ങനെ 3x - y ആണ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ, നമുക്കിത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ റിലേഷൻ എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ റിലേഷൻ എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടാവും, റിലേഷൻ എഴുതാണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടാവും. അപ്പോൾ റിലേഷൻ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, അത്രയ്ക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ എന്തായാലും അത് മിസ്സാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് പറയുന്നത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഷോർലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഫുൾ മാർക്കിന് അടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3x - y = 0 ആണെങ്കിൽ നമുക്ക് ഷോർലി അതിനെങ്ങനെ 3x = y ആണ് എഴുതാൻ പറ്റുമല്ലോ. 3x = y ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിലേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, എക്സിന് 1 കൊടുത്താൽ y ഷോർലി 3 ആയിരിക്കും, കാരണം 3 × 1 y 3 ആയിരിക്കും. എക്സിന് 2 കൊടുത്താൽ y 6 ആയിരിക്കും. എക്സിന് അങ്ങനെ 3 കൊടുത്താൽ y 9ഉം 4 കൊടുത്താൽ y 12 ആവും. എക്സിന് ഇനി 5 കൊടുത്താലോ y 15 ആവില്ല ചോദിക്കും, പക്ഷെ പറ്റില്ല, കാരണം a എത്ര വരെയുണ്ട് നോക്കുക. a = 1 2 3 etc 14 വരെയാണ്. ഓക്കെ, അപ്പോൾ എക്സിന് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 4 വരെയാണ്. 5 കൊടുത്താൽ 5 × 3 15 ആവും. 15 ആ സെറ്റിൽ ഡിഫൈൻഡ് അല്ല, എ എന്ന സെറ്റ് ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തണം. ഇനി ആ തന്ന റിലേഷൻ വെച്ച് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റിന് ആരെ നോക്കണം, നമ്മൾ എ സെറ്റിന് നോക്കണം. ഇങ്ങനെയാണല്ലേ, ഇന്ന് നോക്കിയിട്ട് നമ്മൾ ആറിനെ നോക്കും. ആറിൽ നമ്മൾ എയിൽ 1 ഉണ്ട്, പക്ഷേ ആറിൽ 1 ഉണ്ടോ ഇല്ല. അപ്പം തന്നെ നമുക്ക് പറയാം 1 belongs to A but 1 doesn't belongs to R, മീൻസ് R is not reflexive പറയാം. ഓക്കെ, നെക്സ്റ്റ് സിമെട്രിക് നോക്കാം. നമ്മൾ 1 3 അവിടെ കാണുന്നുണ്ട്. 1 3 ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ആരാ, 3 1 ഇല്ല, പോയി. എല്ലാവരും തെറ്റുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോകണ്ട, ശരിയാണെങ്കിൽ എല്ലാവരും നോക്കണം. തെറ്റ് ആരെടുത്താണെന്നില്ല. ഇപ്പോൾ ആദ്യത്തെ 2 ആൾ ശരിയാണ്, നമ്മൾ ഓക്കെ ശരിയാണെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി പാടില്ല. എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് എല്ലാവരും കണ്ടീഷൻസ് ഓക്കെ ആണോ നോക്കിയിട്ട് നമ്മൾ ശരിയാക്കാൻ വേണ്ടി പാടുള്ളൂ, കാരണം എന്തായാലും ഒരാളവിടെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് 1 3 ഉണ്ട്, 3 1 ഇല്ല. തെറ്റാണെന്നുണ്ടായാലും അപ്പം തന്നെ തെറ്റാന്ന് പറയാം. ശരിയാണെങ്കിൽ എല്ലാവരും ശരിയാണെന്ന് നോക്കണം. 1 3 ഉണ്ട്, 3 1 ഇല്ല, ഹെൻസ് സിമെട്രിക് അല്ല പറയുക. അടുത്തതാണെങ്കിൽ 1 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ 3ൻ്റെ വരുന്ന ആളുണ്ടോ നോക്കുക. 3 9 ഉണ്ട്. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. ഓക്കെ, കണ്ടീഷൻ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താ, AB ഉണ്ട്, ഓൾസോ BC ഉണ്ട്, അപ്പോൾ AC വേണം. പക്ഷേ AB മാത്രമാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ 1 3 2 6 4 12 ആണെങ്കിൽ 3ന് വാലായിട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ 3 4 ഉണ്ട്, 3 9 വരുന്നുണ്ട്, അപ്പോൾ 1 9 എന്തായാലും വേണം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ. ഓക്കെ, സോ 1 3 ഉണ്ട്, 3 9 ഉണ്ട്, ഹെൻസ് 1 9 കൂടി വേണം അതിൽ. ബട്ട് 1 9 ഇല്ല, അതുകൊണ്ട് നമ്മൾ പറയുക ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത് സെറ്റാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ x - y = 2, അതുപോലെ നമുക്ക് എങ്ങനെ എന്താണ് × 2 ആണെന്ന് ചോദിക്കാറുണ്ട്, ഇൻറ്റീജർ ആണ് ചോദിക്കാറുണ്ട്, ഈവൺ നമ്പേഴ്സ് ആണ് ചോദിക്കാറുണ്ട്. ഇതേ മോഡൽ ഇതുപോലെ പഠിച്ചു വെച്ചാൽ ഷുവർലി നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് നോക്കി പോവാ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക.
അതുപോലെ ഇതിൻ്റെ ഇക്വാലൻസ് ക്ലാസ്സസ് നമ്മൾ മോഡലിനെ ചോദിച്ചിട്ടുണ്ട്. അത് ഷോർലി നോക്കിയിട്ട് തന്നെ പോവാം, എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോവുക. എന്തായാലും ഷോർലി ചിലപ്പോൾ വരാനുള്ള ചാൻസ് കൂടി ഉണ്ട്. ഓക്കെ, ദ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഷോർലി വർക്കൗട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുക. റിലേഷൻസിൽ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫംഗ്ഷൻസിൽ ചോദ്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 1 ഓൺ 2ൻ്റെ കണ്ടീഷൻ. ഓക്കെ, 1 1 ഓൺ 2 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ്. 1 1 ഇൻജക്റ്റീവ് വിളിക്കും, ഓൺ 2 സർജക്റ്റീവ്. രണ്ടാളുണ്ടെങ്കിൽ അത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ 1 1ൻ്റെ കണ്ടീഷൻ അവിടെ കൊടുക്കുന്നുണ്ട്, ഓൺ 2ൻ്റെ കണ്ടീഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. f from n to n, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. f from n to n അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫംഗ്ഷൻ f of x = x square ആണ്. അപ്പോൾ 1 1 എങ്ങനെ ചെയ്യല്? നമ്മൾ ആദ്യം f of x1 = f of x2 ആണ് സപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ലെറ്റ് f of x1 = f of x2. ഓക്കെ, ഇത് നമ്മൾ x1 square = x2 square കൊടുക്കുക. x1 = x2 ആവും, കാരണം ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ് 1 എടുത്താൽ 1 അല്ല നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ സ്ക്വയർ കിട്ടുന്ന വാല്യൂസിൽ, സെയിം ആൻസർ കിട്ടുന്ന വാല്യൂസിൽ. ഓക്കെ, അതുകൊണ്ടത് f of x1 = f of x2 ഇംപ്ലൈസ് x1 = x2 ആണെങ്കിൽ x1 = x2 ആണെങ്കിൽ 1 1 ആണ്. ഇപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് കണ്ടീഷൻ വരുമ്പോൾ അത് ഫുൾ മാറും. കാരണം ഇവിടെ റിയൽ നമ്പേഴ്സ് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഇൻക്ലൂഡ് ആവും. പിന്നെ ഫംഗ്ഷൻ ആരാന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് സ്ക്വയർ ആണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ 1 1 ആണ്, സെയിം തിങ്. ഫംഗ്ഷൻ x സ്ക്വയർ ആണ്, പക്ഷേ 1 1 ആണ്. ഏത് കണ്ടീഷനിൽ? നാച്ചുറൽ n to n കണ്ടീഷനിൽ. r to r ആകുമ്പോൾ അത് മാറും, കാരണം നമ്മൾ -1 ഉം 1 ഉം എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന f of x സെയിം ആയിരിക്കും. അതായത് ഇത് 1 belongs to r, 1നെ x1 ആക്കി -1നെ x2 ആക്കി നമ്മളത് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1 തന്നെയാണ്. പക്ഷേ x1 not equal to x2, ഹെൻസ് അത് 1 1 ഫംഗ്ഷൻ അല്ല. ഇത് ഓൺ ടു ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ y belongs to n പറയുക, കണ്ടീഷൻ ഇങ്ങനെ f of x = y ഇട്ടിട്ട് അവിടെ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയാം, നമുക്ക് ഈസിലി പറയാൻ വേണ്ടി പറ്റാന്ന്. x സ്ക്വയർ എങ്ങനെ ഉണ്ടാവില്ലേ? എക്സിന് 1 കൊടുത്താൽ 1 ഇട്ടു, 2 കൊടുത്താൽ നേരെ 4ലേക്കാണ് പോകുന്നത്. ഓക്കെ, പക്ഷേ എന്താ പറയുക, ഓൺ ടൂൻ്റെ കണ്ടീഷൻ എന്തല്ലേ? ആ ബി സെറ്റ്, ഇവിടുത്തെ ബി സെറ്റ് ആരാണ്? ഇവിടുത്തെ ബി സെറ്റ് വെച്ചാൽ a to b, ഇതാ a to b അല്ലേ നമ്മൾ പറയാറ്. അതുപോലെ n to n പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ b വെച്ചാൽ n ആണ്. ഓക്കെ, അപ്പോൾ എന്നിലെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവണമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ 2നും 3നും പ്രീ ഇമേജ് ഇല്ല. 2നും 3നും പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം അത് ഓൺ ടു അല്ലാന്ന് ഡയറക്റ്റ്ലി പറയാം. ഇങ്ങനെ ആരോ ഡയഗ്രാം വെച്ച് പറഞ്ഞാൽ 6 മാർക്ക് കൊടുക്കാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഷുവർലി. ഓക്കെ, ഫുൾ മാർക്ക് അടിച്ച് നമുക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഇതിപ്പം നമുക്ക് ഓൺ ടു അല്ലാന്ന് ഇങ്ങനെ കൂടി പറയാൻ വേണ്ടി പറ്റും, അല്ല 1 1 അല്ലാന്ന് ഇങ്ങനെ കൂടി പറയാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ ഗ്രാഫ് വൈസ് നമ്മൾ പറയാറുണ്ട്. ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ 2 പോയിന്റിൽ മുട്ടുന്നുണ്ടെങ്കിൽ അത് 1 1 അല്ല. പക്ഷേ കണ്ടീഷൻ നോക്കണം, n to n ആണ്, അതാ പറയുന്നത്. n to n ആണെങ്കിൽ ഇത് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, അത് മേലേക്കല്ലേ ഉണ്ടാവുമല്ലോ, മേലേക്കല്ലേ ഉണ്ടാവുമല്ലോ. സോ അത് 1 1 ആണ്, കാരണം നാച്ചുറൽ നമ്പേഴ്സ് ഒരാളെ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഈ ഭാഗം മാത്രമാണ് ഉണ്ടാവില്ല, ഈ ഭാഗം മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ അത് നെഗറ്റീവ് ഭാഗം കൂടി ഇൻക്ലൂഡ് ആയിട്ട് ആടെ ഒരു വര വരച്ചാൽ നമുക്ക് 2 പോയിന്റിലും കിട്ടുന്നത്. അത് ശ്രദ്ധിക്കുക. n-ഉം r കൊടുക്കുന്ന, പിന്നെ z ഇൻറ്റീജർ കൊടുക്കുന്ന കേസ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതാ മോഡുലസ് ഫംഗ്ഷൻ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടില്ല. ഇങ്ങനെ മോഡുലസ് ഫംഗ്ഷൻ, അതുപോലെ സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഷോർലി വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ആ ക്വസ്റ്റൻസ് വരാറുള്ളതാണ്. ഇങ്ങനെയുള്ള കേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അവരെ ഫംഗ്ഷൻസ് ഇങ്ങനെ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയല്ലോ. പക്ഷേ മോഡുലസ് ഫംഗ്ഷൻ എന്താണ് നമ്മൾ അറിയണം. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയല്ലോ, പക്ഷേ സിഗ്നം ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നോക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ഓൺ ടൂൻ്റെ കണ്ടീഷൻ മാത്രം പറഞ്ഞുതരാം. ഓൺ ടൂൻ്റെ കണ്ടീഷൻ എങ്ങനെ എടുത്ത് വെച്ചാൽ റേഞ്ച് ഇസ്വൽ ടു കോഡൊമെയിൻ ആണെങ്കിൽ അത് ഓൺ ടു ആണ്. എങ്ങനെ? റേഞ്ച് ഇസ്വൽ ടു കോഡൊമെയിൻ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? കോഡൊമെയിൻ വെച്ചാൽ ഇതാണ് കോഡൊമെയിൻ, r to r, r ആണ് ഡൊമെയിൻ. ഏത്? ഇതാണ് ഡൊമെയിൻ, ഇതാണ് കോഡൊമെയിൻ. ഓക്കെ, അപ്പോൾ റേഞ്ച് ഇസ്വൽ ടു കോഡൊമെയിൻ കിട്ടാൻ പോകുന്നതെല്ലാം കോഡൊമെയിൻ ഉണ്ടെങ്കിൽ അത് ഓൺ ടു ആണ്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കോഡൊമെയിൻ, ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. പക്ഷേ റേഞ്ചിൽ 1 ഉം 4 ഇവിടെ വന്നിട്ടില്ലോ ഈ കേസിൽ. ഓക്കെ, അത് കോഡൊമെയിൻ അല്ലല്ലോ. കോഡൊമെയിനിൽ 1 2 3 4 ഉണ്ട്. പക്ഷേ ഇവിടെ 1 ഉം 4 ഉം മാത്രമേ വന്നിട്ടുള്ളൂ, 1 ഉം 4 മാത്രമേ വന്നിട്ടുള്ളൂ, 2 ഉം 3 ഉം വന്നിട്ടില്ല. ഓക്കെ, അത് ഒരു കണ്ടീഷനാണ് റേഞ്ച് ഇസ്വൽ ടു കോഡൊമെയിൻ. പക്ഷേ ഇവിടുത്തെ റേഞ്ച് നോക്ക്, മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താ? മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താ വെച്ചാൽ ഇത് 0 അല്ലേ, ഇങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ കോഡൊമെയിൻ എന്താ? r, ഫുൾ r ഉണ്ടല്ലോ. കാരണം ഡിഫൈൻഡ് എത്രയാണ്? f from r to r ആണ്, n to n അല്ല. r to r പറയുമ്പോൾ ഇത് മൊത്തം ഉണ്ടാവല്ലോ, താഴോട്ടുണ്ടാവും മേലോട്ടുണ്ടാവും. ഓക്കെ, താഴോട്ടുണ്ടാവും മേലോട്ടുണ്ടാവും. പക്ഷേ മേലോട്ടേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, വേണ്ട 0 to ഇൻഫിനിറ്റി. പക്ഷേ കോഡൊമെയിൻ എന്താ? കോഡൊമെയിൻ വെച്ചാൽ താഴേക്കും ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് ഇമേജസ് ഇല്ല, പ്രീ ഇമേജസ് ഇല്ല, ഹെൻസ് അത് ഓൺ ടു അല്ല. അങ്ങനെ മനസ്സിലാക്കാം.
പിന്നെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നിട്ടുണ്ട്. എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് ഇസ്ക്വൽ 3 - 4x ബൈജക്റ്റീവ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? സപ്പോസ് എഫ് ഓഫ് x1 ഇസ്ക്വൽ x2, എക്സിനെ x1 x2 ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് x1 ഇസ്ക്വൽ ടു x2 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഷുവർലി 1 1 ആണ്, അല്ലെങ്കിൽ അത് 1 1 അല്ല. ഓക്കെ, എക്സ് ക്യൂബിൻ്റെ ഫംഗ്ഷൻ നോക്കുക, അതുപോലെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഷുവർലി എന്താണ് നമുക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലെ 7 to 8 മാർക്സ് ഷുവർലി കിട്ടും, നോ ഡൗട്ട്. ഇതിപ്പോൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടില്ല, നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങളായത് എന്തായാലും നമ്മൾ ബോർഡ് എക്സാം വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം തന്നെയാണിത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും വന്നിട്ടുണ്ട്. ഇത് ബൈജക്റ്റീവ് ആകുന്നില്ല, നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാ x - y ഇസ് മൾട്ടിപ്പിൾ ഓഫ് 2, x - y ഇസ് ഈവൺ നമ്പർ, x - y ഇസ് എൻ ഇൻറ്റീജർ. അങ്ങനെയുള്ള ട്രെൻഡിലെ ക്വസ്റ്റ്യൻസ് നല്ല ഇടയ്ക്കിടയ്ക്കേ ചോദിക്കലുള്ളതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതേപോലെ റിഫ്ലെക്സ് സിമെട്രി. ഓക്കെ, ഇങ്ങനെ 1 1 ഇതിലെ ആരാണ് 1 1? ആക്ച്വലി ആർ ടു ആർ 1 1 അല്ല, മോഡുലസ് ഫംഗ്ഷൻ 1 1 അല്ല, സൈൻ എക്സ് 1 1 അല്ല, പക്ഷേ എക്സ് ക്യൂബ് 1 1 അല്ലേ? കാരണം അത് ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു ലൈൻ വരച്ചാൽ ഒറ്റ പോയിന്റിൽ ആളുണ്ടാവുമല്ലോ, ഒറ്റ പോയിന്റിൽ ആളുണ്ടാവിച്ചാൽ അത് 1 1 ആണ്. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രാഫ് വരക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമ്മൾ ഒരു വര വരച്ചിട്ട് അവിടെ ഒറ്റ പോയിന്റിൽ മാത്രം മുട്ടുന്നുണ്ട്, അത് ഷുവർലി 1 1 ആണ്. ഓക്കെ, ഇക്വലൻസ് റിലേഷൻ്റെ ഇത് നോക്കുക. ഇതാ x - y ഇസ് എൻ ഇൻറ്റീജർ. ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കലാണ്. ഓക്കെ, ഇനി ഈ റിലേഷനിൽ നമുക്കത് ഇക്വലൻസ് റിലേഷൻ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 2 3 ഉണ്ട്, ഓരോരോ എലമെന്റ്സ് നോക്കുക. 1 1 ഓക്കെ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 3 3 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമെട്രിക് ആക്കണമെങ്കിൽ ആരാ ഉണ്ട് അതാണ് നോക്കുക. 1 3 ഉണ്ട്. 3 1 ഓഫ് കോഴ്സ് 3 1 ഉണ്ട് നോക്കുക. 3 1 ഇവിടെ ഉണ്ട്, പക്ഷേ ട്രാൻസിറ്റീവ് കൂടി ആക്കണം. 1 3 ഉണ്ട്, 3 1 ഉണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ അഡീഷൻ ആരാ? 1 1 കൂടിയാണോ? അത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഈസ് 3 1. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ്? റേഞ്ച് ഓഫ് എഫ് ഇസിക്കൽ ടു വൈ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ബൈജക്ഷൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. അഥവാ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഷുവർലി വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് കിട്ടിയോന്നില്ലോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന് 7 അല്ലെങ്കിൽ 8 മാർക്സ് ഷുവർ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കി സെറ്റായ ഒരാൾക്ക് ഷുവർലി ആ 7 to 8 മാർക്സ് കിട്ടിയിരിക്കും. താങ്ക് യു.